തെക്കൻ ഗാസ മുനമ്പിലെ മൊറാഖ് ഇടനാഴി പിടിച്ചെടുത്ത് ഇസ്രായേൽ. ഇതോടെ ഖാൻ യൂനിസിൽ നിന്ന് റഫ നഗരത്തെ IDF പൂർണ്ണമായി വേർപെടുത്തി. റഫയെ ഇപ്പോൾ സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും 36-ാം ഡിവിഷൻ മൊറാഖ് ഇടനാഴിയിലും ഫിലാഡൽഫി ഇടനാഴിയിൽ പ്രവർത്തിക്കുന്ന ഗാസ ഡിവിഷനും പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞെന്നും സൈന്യം അറിയിച്ചു. അതോടൊപ്പം ഗാസ മുനമ്പിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനു മുമ്പ് ഹമാസിനെ ഗാസയിൽ നിന്ന് പുറത്താക്കുവാനും എല്ലാ ബന്ദികളെ മോചിപ്പിക്കുവാനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പാലസ്തീനികളോട് ആവശ്യപ്പെട്ടു. ഹമാസിനെ നീക്കം ചെയ്യുവാനും ബന്ദികളെ മോചിപ്പിക്കുവാനും യുദ്ധം അവസാനിപ്പിക്കുവാനുമുള്ള അവസാന നിമിഷമാണിത്. കൂടാതെ നിങ്ങൾ സംഘർഷ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായി വരുമെന്നും കാറ്റ്സ് പാലസ്തീനികൾക്ക് മുന്നറിയിപ്പ് നൽകി. അതേസമയം ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച 3 റോക്കറ്റുകൾ വ്യോമപ്രതിരോധ സേന തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഗാസയിൽ നിന്നുള്ള പ്രകോപനപരമായ ഈ നടപടിയാണ് ഖാൻ യൂനിസ് പ്രദേശത്തെ പാലസ്തീനികളെ ഒഴിപ്പിക്കുവാൻ കാരണമായത്. ഇതോടെ പാലസ്തീനികളെ ഒഴിപ്പിക്കേണ്ട പ്രദേശത്തിന്റെ ഒരു ഭൂപടവും ഇസ്രായേൽ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഗാസയിലുടനീളമുള്ള തീവ്രവാദികളുടെ ഡസൻ കണക്കിന് ഓപ്പറേറ്റീവ് സെല്ലുകൾ, തീവ്രവാദ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങൾ, ആയുധങ്ങൾ, മറ്റടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയും IDF നശിപ്പിച്ചിരുന്നു. അതോടൊപ്പം പടിഞ്ഞാറൻ ഗാസ നഗരത്തിലെ അഭയകേന്ദ്രങ്ങളിലേക്ക് ഒഴിഞ്ഞുപോകുവാൻ സാധാരണക്കാർക്ക് IDF നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.